ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നെസ്റ്റോയിൽ പോയപ്പോൾ ഓഫറിൽ കിട്ടിയതാണ് ഇഡ്ഡലി ദോശ മാവ് കേട്ടോ. അപ്പോൾ അത് കിട്ടി നോക്കുമ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണമൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട്, എല്ലാവർക്കും അറിയുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ഇഡ്ഡലിയായിരുന്നു, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുകയാണ്. നമുക്ക് രാവിലെ എണീറ്റ് വന്നാൽ വേഗം ഉണ്ടാക്കാനൊക്കെ സുഖമായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടി മാവ് എടുക്കുക, കലക്ക് റസ്റ്റ് ചെയ്യാൻ വെക്കുക, ഒന്നും വേണ്ട. പാക്കറ്റ് പൊട്ടിക്കുക, മാവ് കുറച്ച് ഉപ്പിട്ടിട്ട് ഇളക്കുക, ഒഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. ഇഡ്ഡലിയൊക്കെ ഒഴിച്ച് തട്ടിലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഉച്ചക്കലത്തെ കറികളും ഇതൊന്നല്ല ടാസ്ക്. രാവിലെ എണീറ്റ് വന്നാൽ എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ഈ മാവൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാനും ഒക്കെ സുഖാട്ടോ. ഇഡ്ഡലി മാവൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കളറ് മാറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ബീട്രൂട്ട് വെച്ചിട്ട് ഇഡ്ഡലി മാവിനൊന്ന് കളറൊക്കെ ഒന്ന് മാറ്റിയിട്ട്, ചെറിയ കുട്ടികളൊക്കെ പറ്റിക്കാൻ പറ്റിയത്, ബീട്രൂട്ടൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഇഡ്ഡലി കൂടെ കളറ് കണ്ടാലൊക്കെ എടുത്ത് കഴിക്കുകയും ചെയ്തോളും. കുറച്ചൊരു കളറൊക്കെ ആയിട്ട് നല്ല വൃത്തിക്ക് ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബീട്രൂട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ നീര് ഒഴിച്ചു കൊടുത്തിട്ട് ഇഡ്ഡലി മാവ് ഇളക്കി കൊടുത്തിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. ഇപ്പോൾ കണ്ടോ എത്ര പെർഫെക്റ്റായിട്ടാണ് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഇനി കടയിലൊക്കെ പോകുമ്പോൾ മാവൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ബീട്രൂട്ട് ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ കളറൊക്കെ മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് തട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ പറ്റിക്കാനൊക്കെ സുഖമായിട്ട് അവർ റോസ് ഇഡ്ഡലിയൊക്കെ കാണുമ്പോൾ നല്ലൊരു ഇതിൽ വന്നിരുന്ന് കഴിച്ചോളൂ. ഇവിടെ ചെറിയ കുട്ടികളൊന്നുമില്ല, ഞങ്ങളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. എന്തായാലും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ടേസ്റ്റിലൊന്നും ഒരു രുചി വ്യത്യാസങ്ങളൊന്നുമില്ല, കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതും റെഡി ആയിട്ടുണ്ട്. അതാ ഇനി ഇഡ്ഡലി കഴിക്കുക. ഇത്രയേ ഉള്ളൂ പണി, സിമ്പിളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും ഇഷ്ടമായവരൊക്കെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.